നമസ്കാരം, ചെറുതിരുവലയാണ്. ഇന്ന് നമ്മളൊരു മീൻകറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഇതിനു മുമ്പും നമ്മുടെ പേജിലൊക്കെ മീൻകറി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. ആദ്യമേ വാർപ്പ് ചൂടായതിന് ശേഷം നമ്മളിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുകയാണ്. ഇത് ഉണ്ടാക്കുന്നത് നമ്മുടെ പൗത്രൻ ചേട്ടനാണ്. ഏകദേശം ഇപ്പോൾ സമയം ഒരു 5 മണി 6 മണി ആയിരിക്കുകയാണ്. അതായത് കേറ്ററിങ്ങിന് കല്യാണത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ മീൻകറി ഉണ്ടാക്കുന്നത്. അതായത് തലേന്ന് വൈകിട്ട് ഒരു 5 മണി 6 മണി ആ ടൈം ആയിരിക്കുകയാണ്. പിറ്റേ ദിവസം ഉച്ചത്തേക്ക് വേണ്ടിയാണ് നമ്മൾ ഈ മീൻകറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ മല്ലിപ്പൊടി ചേർത്തുള്ളൊരു മീൻകറിയാണ്. നമ്മൾ കേറ്ററിങ്ങിനെല്ലാം അതുപോലെ തന്നെ നമ്മുടെ തിരുവല്ലയിൽ എല്ലായിടത്തും ഇങ്ങനെ മീൻകറി മല്ലിപ്പൊടി ചേർത്താണ് ഉണ്ടാക്കുന്നത്. അപ്പം വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുക് മൂത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. അപ്പം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ടിരിക്കുകയാണ്. അതിന് നല്ലപോലെ മൂത്ത് വരണം. അതിനുശേഷം കരിവേപ്പില ഇട്ട് ഈ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ കരിവേപ്പില എല്ലാം നല്ലപോലെ മൂത്ത് വരണം. നമ്മൾ ഇതിനു മുമ്പും നമ്മൾ കല്യാണത്തിന് കേറ്ററിംഗ് വർക്കിന് മീൻകറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഒത്തിരി നെഗറ്റീവ് കമൻറ്റൊക്കെ വന്നായിരുന്നു. എന്തോ മല്ലിപ്പൊടി ചേർത്ത് മീൻകറി ഉണ്ടാക്കുമോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചു. നമ്മൾ ഉണ്ടാക്കുന്നത് മല്ലിപ്പൊടി ചേർത്താണ് മീൻകറി ഉണ്ടാക്കുന്നത്. ഇപ്പം മുളക് പൊടി എല്ലാവരുടെ ഒരു കണക്കുണ്ട്. ഏകദേശം നമുക്കൊരു 700 പീസോളമാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം മല്ലിപ്പൊടി ചേർത്തിരിക്കുകയാണ്. അതിനുശേഷം മഞ്ഞൾപ്പൊടിയാണ്. അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ മൂത്ത് വരണം. ഈ മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് ഗ്രേവിയാക്കുകയാണ്. നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഉലുവാപ്പൊടിയും അതുപോലെ തന്നെ കായപ്പൊടിയും ചേർക്കുകയാണ്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ഇപ്പം നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. കുറച്ചുകൂടി വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കണം. ഇതിനു മുമ്പേ നമ്മൾ മീൻകറിയുടെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് മല്ലിപ്പൊടി വെച്ചുള്ള. അപ്പോൾ ഒത്തിരി പേര് പറഞ്ഞു മല്ലിപ്പൊടി പല സ്ഥലങ്ങളിലും മല്ലിപ്പൊടി ചേർക്കാതൊക്കെയാണ് മീൻകറി വെക്കുന്നത്. നമ്മളിപ്പോൾ ഇത് വെക്കുന്നത് നാളെ ഉച്ചത്തേക്ക് വേണ്ടിയാണ്. നാളെ ഉച്ചയ്ക്ക് കല്യാണ പരിപാടിക്ക് വേണ്ടിയാണ്. ഈ നാളെ ഉച്ചത്തേക്ക് ഈ ഒരു മീൻകറി ഫുള്ള് തീരും. അപ്പോൾ ഒത്തിരി പേര് അന്ന് കമൻറ്റൊക്കെ ചോദിച്ചു. ഇപ്പം നമ്മൾ പുളി കഴുകി വെച്ചേക്കുകയാണ്. കഴുകിയ പുളി നമ്മൾ അതിലേക്ക് ചേർത്തതിന് ശേഷം നമ്മൾ ഇനിയിപ്പം ഈ ഗ്രേവി ഒന്ന് തിളച്ച് വരുന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് മീനിട്ട് അടപ്പ് വെച്ച് വേറൊരു കാര്യം കൂടെ പറഞ്ഞു പോയി, ഉപ്പിട്ടില്ല. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇനി മീൻ ഇട്ടിട്ട് അടപ്പ് വെച്ച് അടച്ച് വെക്കുകയാണ്. പിന്നെ നല്ലപോലെ തിളച്ച് വരണം. ഏകദേശം ഒരു 600-700 പീസോളം ഉണ്ട് ഇത് മീൻ കഷ്ണമുണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ വേറൊരു വാർപ്പിൽ നമ്മളിപ്പോൾ മീൻകറി തിളച്ചിരിക്കുകയാണ്. തൊട്ടടുത്ത് വാർപ്പിൽ അപ്പോൾ ഏകദേശം ഒരു 1000 പേരുടെ വർക്കാണ്. 1500 മീൻ പീസോളം കാണും. അപ്പോൾ ഈ ഒരു ഒറ്റ വാർപ്പിൽ കൊള്ളത്തില്ല. അപ്പോൾ 2 വാർപ്പിലായിട്ടാണ് നമ്മൾ മീൻകറി ഉണ്ടാക്കുന്നത്. തൊട്ടടുത്ത വാർപ്പിൽ മീൻകറി ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ നല്ല തിളയായി. അപ്പോൾ ഇത് മീൻകറി ഏകദേശമായി. നല്ല ഗ്രേവിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് പറ്റി അത്യാവശ്യം നല്ല തിക്കൊക്കെ ആയി. ഇതിപ്പോൾ നമ്മൾ അടച്ചു വെക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഇത് ആദ്യത്തെ മീൻകറി ആയിരിക്കുകയാണ്. അതിൻ്റെ പുറത്ത് കരിവേപ്പിലയും വിതറി ഒന്ന് കൊടുക്കുക. പച്ചക്കറിവേപ്പിലയാണ്. പച്ചക്കറിവേപ്പില ഉളുക്കിയെല്ലാം ഓഫ് ചെയ്തതിന് ശേഷം പച്ചക്കറിവേപ്പില വിതറി അതിന് ശേഷം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മീൻകറി ആയിരിക്കുകയാണ്. നമ്മൾ ഉണ്ടാക്കിയ മീൻകറി തിളച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.